മഹാഭാരതത്തിൽ യമൻ യുധിഷ്ഠിരനോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. യുധിഷ്ഠിരൻ അതിനെല്ലാം കൃത്യമായി ഉത്തരവ് നൽകുന്നുണ്ട്. ആ ചോദ്യങ്ങളിൽ ചിലത് മനുഷ്യ മനസ്സിനെ കുറിച്ചുള്ളതായിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാറ്റിനേക്കാൾ വേഗമേറിയത് എന്താണ് എന്ന ചോദ്യത്തിന് മനസ്സെന്നും, പുലിനേക്കാൾ വ്യാപകമായത് എന്തെന്ന ചോദ്യത്തിന് ചിന്ത എന്നുമായിരുന്നു യുധിഷ്ഠിരൻ പറഞ്ഞ ഉത്തരം. നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ കാലെടുത്ത് വയ്ക്കാൻ പോകുന്നത്. മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യുക വഴി മസ്തിഷ്കവും കമ്പ്യൂട്ടറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അസാധാരണ നടപടിയിലേക്ക് ലോകം കടക്കുന്നു എന്നാണ് പറയുന്നത്. ഇലോൺ മസ്ക് ആണ് ഈ പരിപാടിക്ക് പിന്നിൽ. ന്യൂറാലിങ്ക് ഇന്നലെ സാധ്യമാക്കിയിരിക്കുന്ന ഇതാണ്. ടെലിപ്പതി എന്നാണ് ഈ പുതിയ ഉപകരണത്തിന് മസ്ക് പേരിട്ടിരിക്കുന്നത്. ഇലോൺ മസ്ക് ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്ത് കാണിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്. നല്ല സയന്റിഫിക് ടെമ്പറുള്ള ആടിമുടി ലോകത്തെ ഒരു 100 കൊല്ലം മുന്നോട്ട് കാണുന്ന ഒരു കൊടീശ്വരനാണ് ഇലോൺ മസ്ക്. മനസ്സും ചിന്തകളുമാണല്ലോ ലോകത്തെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്. മനസ്സിലെ ചിന്തകൾ തിരിച്ചറിഞ്ഞ് യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് പോലെ തന്നെ യന്ത്ര സഹായത്തോടെ നല്ല ചിന്തകൾ മാത്രം മനുഷ്യ മനസ്സുകൾ ഉദ്ദീപിക്കപ്പെടുന്ന കാലം വന്നേക്കാം. നമ്മുടെ തലച്ചോറിലേക്ക് ഒരു ചിപ്പ് ഘടിപ്പിക്കുന്നതോടെ തലച്ചോറിനെയും കമ്പ്യൂട്ടർ നിയന്ത്രിക്കുന്ന കാലം വരാൻ പോകുന്നു. എൻ്റെ തലയിൽ വല്ലാത്ത ചിന്തകൾ അലട്ടുന്നു എന്നൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കമ്പ്യൂട്ടറിൽ എന്ത് കമാൻഡ് അടിച്ചു വയ്ക്കുന്നു അതുപോലെ നിങ്ങളുടെ തലച്ചോറിലെ ചിന്തകളെ ഈ കമ്പ്യൂട്ടർ സ്വാധീനിച്ചു എന്ന് വരും. ഒരുപക്ഷേ അത്ഭുതങ്ങളും അതിലേറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളും ഒക്കെ ഈ യന്ത്രത്തിലൂടെ സംഭവിക്കാൻ പോകുന്നു എന്ന് വേണം പറയാൻ. മനസ്സിനെയും തലച്ചോറിനെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ചിപ്പ് വരുന്നു സുഹൃത്തുക്കളെ. ചിപ്പ്, ഈ ചിപ്പ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചു എന്ന് വരാം. കാത്തിരുന്ന് കാണാം എന്തൊക്കെ മാറ്റം വരുമെന്ന്.